ഇസ്രായേലിന് ഭീഷണിയായിരിക്കുന്ന ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കണം എന്ന് തന്നെയാണ് ട്രംപ് പറയാതെ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നാവികസേന, ഇറാന്റെ നാവികസേനയെ, അതിശക്തമായിട്ടുള്ള ആ നാവികസേനയെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ വളരെ അനിവാര്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതിനകം 10 കപ്പലുകൾ, ഇന്നലെ അദ്ദേഹം 9 കപ്പലുകൾ മുക്കിയെന്നായിരുന്നു പറഞ്ഞത്, ഇന്നത് 10 കപ്പലുകളാക്കി ഉയർത്തിയിട്ടുണ്ട്. ആ 10 കപ്പലുകൾ തകർത്തതിന്റെ ഒരു വീരസ്യം പറച്ചിൽ കൂടിയായിട്ട് അത് മാറുകയാണ്. തുടർന്നാണ് അദ്ദേഹം ഈ ആണവായുധം സ്വന്തമാക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇറാനെ ഒരു നിലക്കും അനുവദിക്കാനാവില്ല, അതുകൊണ്ട് വളരെ എല്ലാ ലോകരാജ്യങ്ങളുടെയും പിന്തുണ തനിക്ക് ഇറാൻ വിരുദ്ധ യുദ്ധത്തിനുണ്ട് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു പരിമിതമായിട്ടുള്ളൊരു കാലത്തേക്കോ സമയത്തേക്കോ അല്ല ഈ ആക്രമണം ട്രംപ് ലക്ഷ്യമിടുന്നത്. കുറെ കൂടി ദീർഘകാല ലക്ഷ്യം തന്നെയാണ് ട്രംപ് മുന്നിൽ കാണുന്നത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കൂട്ടായ്മയിൽ ആ ആക്രമണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇതിനകം നടത്തിയിരിക്കുന്ന നീക്കങ്ങൾ വെച്ച് നോക്കുമ്പോൾ വലിയ പുരോഗതി ഉണ്ട് എന്നും താൻ പ്രതീക്ഷിച്ചതിനേക്കാളും മികച്ച പുരോഗതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി ട്രംപ് വിശദീകരിക്കുന്നുണ്ട്. അതേസമയം ഈ സൈന്യം 4 പേർ കൊല്ലപ്പെട്ടതിനെ കുറിച്ചും അതോടൊപ്പം തന്നെ 5 അമേരിക്കൻ സൈനികർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റതിനെ കുറിച്ചും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ടാണ് ട്രംപ് വിശദീകരിക്കുന്നത്. മാത്രമല്ല ഇനിയും കൂടുതൽ പേർ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഇന്നലെയും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു അനുരഞ്ജനത്തിന്റെയോ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെയോ യാതൊരു സൂചനയും ആ വാക്കുകളിലില്ല. കുറെ കൂടി ശക്തമായിട്ടുള്ള, കാരണം ഇപ്പോൾ ഇറാന് നേരെ നടക്കുന്ന ആക്രമണങ്ങളിലേക്കാൾ കൂടുതൽ കടുത്ത ആക്രമണത്തിന് ഒരുങ്ങി നിൽക്കാൻ ഇറാനിനോടാണ് ആവശ്യപ്പെടുന്ന ഒരു ട്രംപിനെ കൂടിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതുകൊണ്ട് ട്രംപിന്റെ ആ ഒരു പ്രതികരണം തന്നെയാണ് നെതന്യാഹുവും ഏറെക്കുറെ അദ്ദേഹം വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത്. കൃത്യമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ഇറാനിൽ നടക്കുന്ന ഈ ആക്രമണ പദ്ധതിക്ക് പിന്നിലുണ്ട്, അതുമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുന്നത്, ഇതിന്റെ ഏറ്റവും ഇരകളായിട്ട് മാറുന്നത് ഈ മേഖലയിലെ ഗൾഫ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് എന്ന കാര്യം സൗകര്യപൂർവ്വം തന്നെ ട്രംപും നെതന്യാഹുവും വിസ്മരിക്കുകയും ചെയ്യുന്നതായിട്ട് അവരുടെ പ്രതികരണങ്ങൾ തെളിയിക്കുകയാണ്. മഹേഷ്, ഇതിൽ ഇപ്പോൾ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ആശങ്ക, സ്വാഭാവികമായും വാണിജ്യ വ്യാപാര രംഗത്ത് വലിയ തിരിച്ചടി സ്വാഭാവികമായും ഈ സംഘർഷം നീണ്ടുപോവുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അനുരഞ്ജന ചർച്ചകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ സംഘർഷം ലഘൂകരിക്കാനുള്ള ഒരു നേരിയ ചർച്ചകളുടെ സാധ്യതയെങ്കിലും ഇന്നുണ്ടായിട്ടുണ്ടോ? മാത്രമല്ല അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ, സൈനിക ബേസുകളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഇറാന്റെ ആക്രമണത്തിന്റെ അത്ര കണ്ട് ഇന്ന് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുമില്ല. അപ്പോൾ ഇറാൻ അതിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകളെ ആക്രമിക്കുക എന്നുള്ള ഒരു നീക്കത്തിൽ നിന്ന് ഇറാൻ പതിയെ പിറകോട്ട് പോകുന്നതായി നമുക്ക് കാണാൻ പറ്റുമോ? മഹേഷ്, അങ്ങനെ പറയാൻ പറ്റുന്നൊരവസ്ഥയല്ല. കാരണം ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നത് ഈ സൈനിക കേന്ദ്രങ്ങളെക്കാൾ ഇന്നിപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഗൾഫിന്റെ ജീവനാഡി എന്ന് തന്നെ പറയാവുന്ന, ഒരുപക്ഷെ ലോകത്തിന്റെ സമ്പദ്ഘടനയുടെ അടിസ്ഥാന ധാരയായിട്ട് മാറിയിരിക്കുന്ന ഊർജ കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ന് ആക്രമണം നടന്നിരിക്കുന്നത്. ഇപ്പം അരാംകോ കേന്ദ്രത്തിലേക്ക് സൗദി അറേബ്യയിൽ അവിടുത്തെ റിഫൈനറിക്ക് നേരെ ഡ്രോൺ ആക്രമണം നടന്നു. ആ റിഫൈനറിയുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതോടൊപ്പം തന്നെയാണ് ദ്രവീകൃത ഇന്ധനവുമായി ബന്ധപ്പെട്ട ഖത്തറിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണം. അത് രണ്ടും സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള മറ്റൊരു ദിശയിലേക്ക് ഇറാൻ തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിക്കുന്നു എന്നതാണ്. അത് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നടുക്കമുളവാക്കുന്ന, കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം രണ്ടിടങ്ങളിലും റിഫൈനറിയുടെ പ്രവർത്തനം സൗദി അറേബ്യ നിർത്തിവെക്കുന്നു. അതോടൊപ്പം തന്നെ ഖത്തർ ദ്രവീകൃത ഇന്ധനവുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നു. ഇതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള പ്രതികരണം ഇന്ന് യൂറോപ്യൻ വിപണിയിൽ തന്നെ നമ്മൾ കണ്ടു. ഏതാണ്ട് ദ്രവീകൃത ഇന്ധനത്തിന്റെ വില 50% മുകളിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. അത് ഇനിയും കൂടുമെന്ന ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഹോർമസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി. കാരണം അവിടെ ഹോർമസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുന്ന തീരുമാനമൊന്നും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. പക്ഷേ ഈ സുരക്ഷാ ഭീഷണി മുൻനിർത്തിക്കൊണ്ട് മിക്ക അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളും ആ റൂട്ടിലൂടെയുള്ള ചരക്ക്
ചരക്ക് ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്, ഓർഡറുകൾ അവർ മരവിപ്പിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യം തന്നെയാണ് ഏറെക്കുറെ ചെങ്കടലിൽ ഹൂത്തികൾ ഇറാൻ അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയ പശ്ചാത്തലത്തിൽ ആ റൂട്ടിലൂടെയുള്ള ചെങ്കടലിലെ സൂയസ് കനാൽ മുഖേനയുള്ള കപ്പൽ ഗതാഗതത്തെയും ഇത് വലിയ തോതിൽ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. കാരണം കപ്പലുകളുടെ സുരക്ഷ, ചരക്കുകളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പം ഷിപ്പിംഗ് കമ്പനികൾ അത്തരമൊരു റിസ്ക് തൽക്കാലം എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. അത് ഒരുപക്ഷെ ദിവസങ്ങളോ ആഴ്ചകളോ ഇപ്പോൾ ട്രംപ് പറഞ്ഞതുപോലെ നീളുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചരക്ക് കടത്തിന് മാത്രമല്ല, അത് സാമ്പത്തിക അസ്ഥിവാരത്തെ തന്നെ വലിയ തോതിൽ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇറക്കുമതി രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് ഇന്ത്യയും അതിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരും. കാരണം പിന്നിട്ട ഒരു 3 ദിവസത്തിനുള്ളിൽ ആഗോള വിപണിയിൽ ബാരലിന് എണ്ണവില ഏതാണ്ട് ഇപ്പൊ 13% ഉയർന്നിരിക്കുന്നത്. $68 നിന്ന് ഏതാണ്ട് $80-82 വില ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്.